ഉപതെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ 2 സീറ്റിലും ബിജെപിക്കുണ്ടായ പരാജയത്തിന് പിന്നിൽ സംസ്ഥാന പാർട്ടിയിലെ ഉൾപാർട്ടി തർക്കമാണെന്ന് റിപ്പോർട്ട്. പാർട്ടിക്കുള്ളിലുണ്ടായ വിമത നീക്കമാണ് കനത്ത പരാജയത്തിലെത്തിച്ചത്. 7 സംസ്ഥാനങ്ങളിലെ 13 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മാത്രമാണ് ബിജെപി വിജയിച്ചത്. ഹിമാചൽ പ്രദേശിലെ 2 സീറ്റിലെയും കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിൽ സംസ്ഥാന ബിജെപിയിലെ ഉൾപാർട്ടി തർക്കമാണെന്നാണ് വിലയിരുത്തൽ. ദഹ്റ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂറിന്റെ വിജയം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. 25 വർഷത്തിന് ശേഷമാണ് ദഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. സ്വതന്ത്രനായിരുന്ന ഹോഷിയാർ സിംഗ് ആയിരുന്നു ഇവിടത്തെ സിറ്റിംഗ് MLA. എന്നാൽ ഹോഷിയാർ സിംഗ് ബിജെപിയിൽ ചേർന്നതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. സംസ്ഥാന പാർട്ടിയിൽ മുതിർന്ന നേതാക്കളായ രമേശ് ചന്ദും രവീന്ദർ സിംഗും ദഹ്റ സീറ്റിൽ താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരുവരെയും പരാജയപ്പെടുത്തിയ ഹോഷിയാർ സിംഗിനൊപ്പമായിരുന്നു ബിജെപി നേതൃത്വം. ഫലത്തിൽ രമേശ് ചന്ദും രവീന്ദർ സിംഗും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നു. ഇതേ സാഹചര്യം തന്നെയാണ് നലഗാർ മണ്ഡലത്തിലും ഉണ്ടായത്. കോൺഗ്രസിലെ ഹർദീപ് ഭവയാണ് ഇവിടെ വിജയിച്ചത്. ബിജെപി നേതാവായ ഹർദീപ് സിംഗ് സെയിൻ മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം ടിക്കറ്റ് നിഷേധിച്ചതോടെ സ്വതന്ത്രനായി നിന്ന് ബിജെപിയുടെ വോട്ടുകൾ കുറച്ചു. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ബിജെപിയും ആവർത്തിച്ചാൽ ഭരണം നഷ്ടമാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോൺഗ്രസിലുണ്ടായ അധികാര തർക്കം ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയെ ബാധിച്ചിരുന്നു. ഹിമാചലിലെ ബിജെപിയിലുണ്ടായിരിക്കുന്ന ഉൾപാർട്ടി തർക്കം ഗഡ്കരിയുടെ മുന്നറിയിപ്പുകൾ ശരിവയ്ക്കുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.